1 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ് നയപ്രഖ്യാപനത്തിലെ ഒരു ഭാഗം ഗവർണർ വായിച്ചത്. അതുതന്നെ ഏറ്റവും അവസാനത്തെ ഖണ്ഡികയായിരുന്നു. കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഖണ്ഡിക മാത്രമായി വായിച്ച് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം പേരിന് നിർവഹിച്ചു എന്ന മട്ടിൽ കാര്യങ്ങൾ ചെയ്ത് സഭ വേഗം വിട്ട് രാജ്ഭവനിലേക്ക് മടങ്ങിയത്. ഷഫീദ് റാവുത്തർ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം, സർക്കാരിൻ്റെ പ്രതികരണം അടക്കം അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇതിനുശേഷം പാർലമെന്ററി പാർട്ടി യോഗം LDF ചേരുന്നു, തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. തന്ത്രപരമായി എന്ത് സമീപനം എടുക്കണം എന്നാണ് ഭരണപക്ഷം ഇപ്പോൾ എത്തിയിരിക്കുന്ന തീരുമാനം? വേണു, നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉടലെടുത്ത വിവാദം അത് ആളിക്കത്തിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് LDFന്റെ ഇപ്പോഴത്തെ തീരുമാനം. കാരണം നമുക്കറിയാം, ഈ നവകേരള സദസ്സിന്റെ സമയത്ത് നമ്മൾ മന്ത്രി P രാജീവ് ആകട്ടെ, MP രാജേഷ് ആകട്ടെ, സജി ചെറിയാൻ ആകട്ടെ, ക്യാബിനറ്റിലെ മന്ത്രിമാരൊക്കെ ഒരു ഘട്ടത്തിൽ ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ ഗവർണറെ കടന്നാക്രമിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഈ നിയമസഭ കഴിയുന്നതിന് ശേഷം LDF പാർലമെന്ററി കാര്യ പാർട്ടി യോഗം നടക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ മന്ത്രിമാരോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ അവരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മന്ത്രി P രാജീവ് ഒക്കെ പറഞ്ഞത് ഗവർണറെ ഒട്ടും വിമർശിക്കാത്ത തരത്തിലേക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചിട്ടുണ്ട്, അത് നിയമസഭാ രേഖയായി, പിന്നെന്താണ് കുഴപ്പം? സജി ചെറിയാൻ പറയുന്നു ഗവർണറുടെ നടപടിയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. മറ്റു മന്ത്രിമാർ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ മുഴുവൻ പ്രസംഗവും വായിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് മന്ത്രിമാർ പരസ്യമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LDF പാർലമെന്ററി പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടൽ അത് ഗവർണറുമായി വേണ്ട, ഈ ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതിയെന്ന യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. പ്രസംഗത്തിലെ സർക്കാരിൻ്റെ നയങ്ങൾ സംബന്ധിച്ച ഭാഗങ്ങൾ അതൊന്നും ഗവർണറോ രാജ്ഭവനോ ഒഴിവാക്കിയിട്ടില്ല. സർക്കാരിനെതിരെ ഗവർണർ ഒന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാദം അത് ആളിക്കത്തിക്കേണ്ടത്, കൂടുതൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് LDFന്റെ ഇക്കാര്യത്തിലെ നിലപാട്. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറെ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ സർക്കാരിനെയും വിമർശിക്കുന്നു. സർക്കാരിൻ്റെയും ഗവർണറുടെയും നാടകം അതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്ന പ്രതിപക്ഷം ഈ ഗവർണർ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ അത് ചുരുക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം മാത്രം വായിച്ചത് അത് നിയമസഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യം അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. അപ്പോഴും അത് സർക്കാരിനെതിരെയുള്ള ഒരായുധമാക്കി പ്രതിപക്ഷം മാറ്റുകയും ചെയ്യുന്നുണ്ട്. വേണു, ശരി. ഷഫീദ് റാവുത്തറും അലക്സ് റാം മുഹമ്മദുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.